നമസ്കാരം. ഗുരുവിനെ നമിച്ച്, എന്നെ കേൾക്കാനിരിക്കുന്നവരെ നമിച്ച്, ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ അനുഭവം നൽകിയ ചെറുതായുള്ള അറിവിൽ നിന്ന് പറയാൻ തുടങ്ങുന്നത് മൗനത്തെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ മൗനമുണ്ട്. ആ മൗനത്തെ നമ്മൾ അറിയണം. മൗനത്തിനൊപ്പം നടന്നോ അതിൻ്റെ സുഗന്ധം നമ്മൾ അനുഭവിക്കണം. അതിനെ നമ്മൾ രുചിക്കണം. മൗനത്തിൽ ആഴത്തിൽ വിശ്രമിക്കണം. ആഴത്തിൽ വിശ്രമിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത്. ആത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. ആ സ്നേഹം ദിവ്യമാണ്. ദിവ്യമായ സ്നേഹത്തിൽ അലിഞ്ഞ് ചേരലാണ്. ഹൃദയം മൗനത്തിലൂടെയാണ് സംസാരിക്കുന്നത്. ആത്മാവിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മൗനമാണ്. ഗുരു പറയുന്നു, നിലനിൽപ്പിനെ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ ആവില്ല, മൗനം കൊണ്ട് സാധിക്കും. ഒരിക്കൽ ഒരു യുവാവ് ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മൗനത്തിൽ നമ്മൾ ഇരിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ ഗുരു? ഗുരു ആ യുവാവിനെ നോക്കി പുഞ്ചിരിച്ച് ആ യുവാവിനെയും കൊണ്ട് ഒരു തടാകത്തിനടുത്തേക്ക് ചെന്നു. അവിടെ നിന്ന് ചെറിയൊരു കല്ലെടുത്ത് ഈ തടാകത്തിലേക്ക് എറിഞ്ഞു. വെള്ളത്തിൽ ഓളങ്ങളുണ്ടായി. അത് ശാന്തമാകുന്നതുവരെ അവർ അവിടെ തന്നെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഗുരു ഈ യുവാവിനോട് പറഞ്ഞു, ഈ തടാകം പോലെയാണ് നിൻ്റെ മനസ്സ്. മനസ്സിൽ ചിന്തകളുണ്ട്. ചിന്തകളുടെ സാന്നിധ്യം ശക്തമാകുമ്പോൾ ശാന്തമാകാൻ സാധിക്കില്ല മനസ്സിന്. മനസ്സിനെ ശാന്തമാക്കാൻ മൗനം കൊണ്ട് സാധിക്കും. നമ്മുടെ ഉള്ളിൽ ചിന്തകളുണ്ട്. ആ ചിന്തകളാൽ ഉണ്ടാക്കപ്പെട്ട വാക്കുകളുണ്ട്, വികാരങ്ങൾ ഉണ്ട്. അപ്പോഴും നമുക്ക് മൗനം അനുഭവിക്കാൻ സാധിക്കില്ലേ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു സംസാരമുണ്ട്. നമ്മൾ ഉണരുമ്പോൾ ആ സംസാരമുണ്ട്. നിത്യജീവിതത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോഴും ഈ സംസാരം നമ്മുടെ ഉള്ളിലുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ ഈ സംസാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ സമയം ചെലവഴിക്കുന്ന സമയത്ത് അവിടെയും ഉള്ളിൽ സംസാരമുണ്ട്. ഉറങ്ങുന്നത് വരെ ഈ സംസാരം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ സ്നേഹത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഈ സംസാരം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. കുറച്ച് സമയം നമ്മൾ മൗനത്തിലിരിക്കുമ്പോൾ ഈ ശാന്തിയും സ്നേഹവും നമുക്ക് അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കാൻ സാധിക്കും. യഥാർത്ഥ ജ്ഞാനമുണ്ടാകുന്നത് മൗനത്തിൽ നിന്നാണ്. ഒരു യുവാവുണ്ടായിരുന്നു, സത്യത്തെ അന്വേഷിക്കുന്ന യുവാവ്. കുറേ ദൂരം യാത്ര ചെയ്ത് മൗനത്തെ ആസ്വദിച്ച് മൗനത്തിൽ ജീവിക്കുന്ന ഒരു സന്യാസിയുടെ അടുത്തേക്ക് വന്നു. സന്യാസിയോട് പറഞ്ഞു, എനിക്ക് സത്യത്തെ അറിയണം, അങ്ങ് അത് എന്നെ പഠിപ്പിക്കണം. സന്യാസി ഒന്നും പറഞ്ഞില്ല, മൗനമായിട്ട് ഇരുന്നു. സമയം കുറേ കടന്നുപോയി. സന്യാസി മൗനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല. ഈ യുവാവ് അസ്വസ്ഥനായി. അസ്വസ്ഥയോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകാത്തത്? സന്യാസി ശാന്തമായിട്ട് പറഞ്ഞു, നീ എൻ്റെ അരികിൽ വന്ന നിമിഷം മുതൽ
ഞാൻ മൗനത്തിലൂടെ നിനക്ക് അത് പറഞ്ഞു തരികയായിരുന്നു. അതിനെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. ഏത് ജ്ഞാനവും ഉണ്ടാകുന്നത് മൗനത്തിൽ നിന്നാണ്. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നുണ്ടെങ്കിൽ, ആ ചിത്രത്തിൽ അയാൾ അലിയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൗനമുണ്ട്. അപ്പോഴാണ് ആ ചിത്രകാരന് ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രം വരയ്ക്കാൻ കഴിയുന്നത്. കാലങ്ങളോ എത്ര കഴിഞ്ഞാലും ആളുകൾക്ക് ആ ചിത്രം ആസ്വദിക്കാൻ കഴിയും. അവിടെ ചിത്രകാരനും ചിത്രവും ആദരിക്കപ്പെടുന്നുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതേപോലെ നമ്മളൊരു സംഗീതത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ അവിടെ മൗനമുണ്ട്. ചില സമയത്ത് ചില അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഏതോ ഒരു അവസ്ഥയിലൂടെ ഞാൻ കുറച്ച് സമയം കടന്നുപോയി, എന്തെന്നില്ലാത്ത സുഖവും ശാന്തിയും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഈ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഈ മൗനമാണ്. ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ അലിഞ്ഞു ചേരുമ്പോൾ അവിടെ മൗനമുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് സ്നേഹത്തോടെ ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മൗനമുണ്ട്. അപ്പോഴീ മൗനം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കുറച്ചു നേരം നമ്മൾ നമ്മുടെ മൗനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ അത് ആ ഒരു ശാന്തിയും സമാധാനം ഒക്കെ നമുക്ക് നൽകും. കുറച്ച് സമയം നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ അതിന് നമ്മൾ അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആ സംസാരം നിലച്ചിട്ടില്ല. ആ മനസ്സിൻ്റെ അനക്കമില്ലായ്മയിലാണ് ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ കടയടക്കുമ്പോൾ ആ കച്ചവടത്തെ വിടണം. നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വഴികളിലൂടെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ വെറുതെ നോക്കി നിൽക്കുക. ഇടയ്ക്ക് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക, മൗനം അനുഭവിക്കുക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട സമയം നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കുക. അപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക, മൗനം അനുഭവിക്കുക. കുറച്ച് കഴിഞ്ഞ് എല്ലാം വിട്ടിട്ട് നമ്മളോടൊപ്പം ഇരിക്കുക, നമ്മുടെ മൗനത്തോടൊപ്പം ഇരിക്കുക. എത്ര കണ്ട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നോ അത്ര കണ്ട് നമ്മൾ അന്വേഷിക്കുന്ന ശാന്തിയും സമാധാനവും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ആ സാഹചര്യങ്ങൾ ഒരുക്കാനും അതിൽ ജീവിക്കാനും നമുക്ക് സാധ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.